ഇത് ക്രിക്കറ്റ് വന്ന് ഫുട്ബോളിനെ കൊന്നുകളഞ്ഞൊരു സ്റ്റോറിയല്ല. ഇത് വെറും പാഷനെ കുറിച്ചോ കൾച്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഗൾഫ് ഡയസ്പോറയെ കുറിച്ചോ ഉള്ളൊരു സ്റ്റോറിയുമല്ല. ഇത് കൃത്യമായി ഒരു 75 ഇയേഴ്സ് ഓൾഡ് സിസ്റ്റം ഫെയിലിയറിന്റെ കഥയാണ്. ഇന്ത്യയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ഒബ്സസ്ഡ് ആയ നമ്മുടെ കേരളം തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ലിവിംഗ് പ്രൂഫ്. ഇന്ത്യൻ ഫുട്ബോളിനെ നശിപ്പിക്കാൻ വേണ്ടി ആരോ എവിടെയോ വെച്ച് ബോധപൂർവം എടുത്ത ചില തെറ്റായ തീരുമാനങ്ങളുടെ ആകത്തുകയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അടുത്ത 8 മിനിറ്റിൽ ഇതുവരെ ആരും ഉറക്കെ ചോദിക്കാൻ ധൈര്യപ്പെടാത്ത 3 ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം കണ്ടെത്താൻ പോകുന്നത്. 1. ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്ന ഒരേ ഒരു വേൾഡ് കപ്പ് ടിക്കറ്റ് നമ്മൾ എങ്ങനെയാണ് ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞത്? 2. ഇന്ത്യൻ ഫുട്ബോളിനെ 75 വർഷമായി ഇത്രയും വീക്കാക്കി നിർത്തിയ ഈ സിസ്റ്റം ബിൽഡ് ചെയ്തത് ആരാണ്? ഇതിൽ നിന്ന് ലാഭം കൊയ്തത് ആരൊക്കെയാണ്? 3. വെറും 3.5 കോടി ജനങ്ങളുള്ള നമ്മുടെ കേരളം എങ്ങനെയാണ് ഇന്ത്യ ഒരു വൻകിട ഫുട്ബോൾ നേഷൻ ആകേണ്ടിയിരുന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി മാറുന്നത്? 1950 ഇന്ത്യ ഫിഫ വേൾഡ് കപ്പിലേക്ക് ഒഫീഷ്യലി ക്വാളിഫൈ ചെയ്യപ്പെട്ടു. 1. ലെറ്റ് ദാറ്റ് ലാൻഡ്. ഇന്ത്യ ഹാഡ് എ ടിക്കറ്റ്. അന്ന് ഇന്ത്യ പ്ലേസ് ചെയ്തത് ഗ്രൂപ്പ് 3ലേക്കായിരുന്നു. സ്വീഡൻ, പരാഗ്വേ, പിന്നെ അന്നത്തെ ഡിഫൻഡിംഗ് ചാമ്പ്യൻസായ ഇറ്റലിക്കൊപ്പം. റിയോ ഡി ജനറോയിൽ വെച്ച് നടന്ന ഒഫീഷ്യൽ ഡ്രോയിൽ ഇന്ത്യയുടെ പേരും ഉണ്ടായിരുന്നു. ക്വാഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. പുറപ്പെടേണ്ട ഡിപ്പാർച്ചർ ഡേറ്റും നിശ്ചയിച്ചിരുന്നു. ജൂൺ 15, 1950. ആദ്യത്തെ മാച്ച് പരാഗ്വേക്കെതിരെ ജൂൺ 28 ഷെഡ്യൂൾ ചെയ്തിരുന്നു. എവറിത്തിങ് വാസ് ഇൻ പ്ലേസ്. എന്നിട്ടും ഇന്ത്യ അവിടെ പോയി കളിച്ചില്ല. ഫിഫ അവരെ സ്റ്റോപ്പ് ചെയ്തത് കൊണ്ടല്ല, യുദ്ധം കാരണവുമല്ല, ആരും ബൂട്ടിടാതെ കളിക്കാൻ വന്നതുകൊണ്ടുമല്ല. അത് വെറും ഒരു ഫേക്ക് സ്റ്റോറിയാണ്. ഫിഫ നഗ്നപാതരായി കളിക്കുന്നത് ബാൻ ചെയ്തത് 1953 മാത്രമാണ്. അതായത് ഈ ടൂർണമെന്റിന് 3 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ എന്തായിരുന്നു യഥാർത്ഥ കാരണം? 1950 മെയ് 23 ടൂർണമെന്റിന് വെറും 5 ആഴ്ചകൾക്ക് മുമ്പ് കൽക്കട്ടയിലെ ഒരു മുറിയിലിരുന്ന് ഒരു കൂട്ടം അഡ്മിനിസ്ട്രേറ്റേഴ്സ് എടുത്ത ഒരൊറ്റ തീരുമാനം. അന്നത്തെ AIFF പ്രസിഡന്റ് മൊയ്നുൽ ഹക്ക് ഭയന്നത് ഒരൊറ്റ കാര്യമാണ്: യൂറോപ്യൻ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളോട് വലിയ മാർജിനിൽ തോറ്റാൽ 1948 ലണ്ടനിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയെടുത്ത അന്താരാഷ്ട്ര അന്തസ്സിന് കോട്ടം വരുമെന്ന് അദ്ദേഹം കരുതി. അദ്ദേഹം ഹിസ്റ്ററിയേക്കാൾ പ്രാധാന്യം നൽകിയത് തങ്ങളുടെ താൽക്കാലിക റെപ്യൂട്ടേഷന് വേണ്ടിയാണ്. റെപ്യൂട്ടേഷൻ ഓവർ ഹിസ്റ്ററി. 1 man, 1 room, 1 decision. പക്ഷെ ഈ തീരുമാനത്തെക്കുറിച്ച് നിങ്ങളോട് ആരും പറയാത്തൊരു രഹസ്യമുണ്ട്. ഇതൊരു വെറും അബദ്ധം മാത്രമായിരുന്നില്ല. ഇത് തുടർച്ചയായിട്ടുള്ള ഒരു സിസ്റ്റം പാറ്റേൺ ആയിരുന്നു. അടുത്ത 75 വർഷത്തേക്ക് ഈ പാറ്റേൺ ആവർത്തിക്കപ്പെടുകയായിരുന്നു. ജൂൺ 2026 USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലായി 48 നേഷൻസ് ഈ ഫിഫ വേൾഡ് കപ്പിൽ കമ്പീറ്റ് ചെയ്യുകയാണ്. പക്ഷെ അതിൽ ഇന്ത്യയില്ല. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗ്ലോബൽ റാങ്കിംഗ് 130 പുറത്താണ്. ആകെ 46 ഫുട്ബോൾ രാജ്യങ്ങളുള്ള ഏഷ്യയിൽ ഇന്ത്യക്ക് ഇപ്പോൾ തായ്ലൻഡിനെ പോലും കൺസിസ്റ്റന്റ്ലി തോൽപ്പിക്കാൻ കഴിയുന്നില്ല. 2026 വേൾഡ് കപ്പ് ക്വാളിഫയിങ് ക്യാമ്പയിനിൽ നമ്മൾ അഫ്ഗാനിസ്ഥാനോട് പോലും പരാജയപ്പെട്ടു. ലെറ്റ് ദാറ്റ് സിങ്ക് ഇൻ. ആൻഡ് യെറ്റ് നിങ്ങളിപ്പോൾ മലപ്പുറത്തെ തെരുവുകളിലൂടെ നടന്നു നോക്കും. റോഡിന് കുറുകെ കെട്ടി 600 അടി അർജന്റീനയുടെ ബാനർ കാണാം. ചില സ്ഥലങ്ങളിൽ 400 അടി നീളമുള്ള ബ്രസീലിന്റെ ഫ്ലക്സ് കാണാം. ഒരു വർഷം 50 മുതൽ 60 വരെ ഫുട്ബോൾ ടൂർണമെന്റുകളാണ് മലപ്പുറത്ത് മാത്രം നടക്കുന്നത്, വിത്ത് 5 lakhs വരെയുള്ള പ്രൈസ് മണി. 2022 ഫിഫ ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ കൾച്ചറിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ തീരുമാനിച്ചു. അവർ നേരെ വന്നത് കേരളത്തിലേക്കാണ്. ആ ഫിലിമിന്റെ പേര് മൈതാനം എന്നായിരുന്നു. ആ ഡോക്യുമെന്ററിയിൽ ഫിഫ സ്വന്തം വാക്കുകളിൽ കേരളത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഫുട്ബോൾ ഇൻ ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് കേരള റൺസ് ത്രൂ ദ ഫാബ്രിക് ഓഫ് ഇറ്റ് സൊസൈറ്റി. ഫുട്ബോൾ ഈസ് ലൈഫ് ആൻഡ് ലൈഫ് ഈസ് ഫുട്ബോൾ. ഒരു തവണ പോലും ഫുട്ബോൾ വേൾഡ് കപ്പ് മാച്ച് കളിച്ചിട്ടില്ലാത്ത ഒരു രാജ്യത്തെ, ഒരു ചെറിയ സംസ്ഥാനത്തെക്കുറിച്ച് സാക്ഷാൽ ഫിഫ പറഞ്ഞ വരികളാണിവ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫുട്ബോൾ പാഷനുള്ള ഒരു സംസ്ഥാനം സ്വന്തമായുള്ള ഇന്ത്യക്ക് എന്തുകൊണ്ട് ഇതുവരെ ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തുടങ്ങുന്നത് 2026 മറിച്ച് 1950 കൽക്കട്ടയിലെ ആ മീറ്റിംഗ് റൂമിൽ വെച്ചാണ്. കേൾക്കുമ്പോൾ നമ്മൾക്ക് ഒട്ടും കംഫർട്ടബിൾ ആയി തോന്നാത്ത ഒരു യഥാർത്ഥ കാര്യം ഞാൻ പറയാം. 1962 ഏഷ്യൻ ഗെയിംസ് ഫൈനൽ മാച്ചിൽ ഇന്ത്യ സൗത്ത് കൊറിയയെ 2-1 പരാജയപ്പെടുത്തി ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട്. 1964 ഇന്ത്യ ഏഷ്യൻ കപ്പ് ഫൈനൽ വരെ എത്തി. വഴിയിൽ വെച്ച് സൗത്ത് കൊറിയയെ വീണ്ടും പരാജയപ്പെടുത്തിക്കൊണ്ട് ടൂർണമെന്റിൽ നമ്മൾ റണ്ണേഴ്സ് അപ്പായി ഫിനിഷ് ചെയ്യുകയും ചെയ്തു. ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഏഷ്യൻ കപ്പ് പ്രകടനം ഇതാണ്. ഇന്ന് വരെ ഇത് തിരുത്തപ്പെട്ടിട്ടില്ല. 1970 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ജപ്പാനെ പരാജയപ്പെടുത്തി വെങ്കല മെഡൽ സ്വന്തമാക്കി. ഇന്ത്യ അന്ന് ജപ്പാനെയും സൗത്ത് കൊറിയയും അന്താരാഷ്ട്ര മത്സരങ്ങളിൽ സ്ഥിരമായി പരാജയപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം നമ്മുടെ ലിവിംഗ് മെമ്മറിയിലുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് ജപ്പാൻ ഒരു മൾട്ടിപ്പിൾ വേൾഡ് കപ്പ് രാജ്യമാണ്. സൗത്ത് കൊറിയ 1986 മുതൽ ഒരു വേൾഡ് കപ്പ് റെഗുലർ കൂടിയാണ്. 2002 അവർ സെമി ഫൈനൽ വരെ എത്തി. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫുട്ബോളറായ സൺ ഹോങ് മിങ്ങിനെ അവർ വളർത്തിയെടുത്തു. ആൻഡ് ഇന്ത്യ 130ാം റാങ്കിനും പിറകിൽ. ടിവിയിലൂടെ മറ്റുള്ളവരുടെ കളി കണ്ട് കൈയടിക്കുന്നു. ഒരേ കോണ്ടിനെന്റ്, ഒരേ
ഒരേ ഇറ. എന്നാൽ രണ്ട് ടീമുകൾക്ക് ലഭിച്ചത് വ്യത്യസ്തമായ അവസാനങ്ങൾ. 2 ഡിഫറെന്റ് എൻഡിങ്സ്. ഇന്ന് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഈ ഭീമമായ വ്യത്യാസം ടാലന്റിന്റെ കുറവ് കൊണ്ടല്ല, ഫുട്ബോളിനോടുള്ള പാഷൻ ഇല്ലാത്തത് കൊണ്ടല്ല. അതിന് കാരണം ക്രിക്കറ്റ് ആണെന്ന് പറഞ്ഞ് നമുക്ക് ഒഴിയാനും പറ്റില്ല. ഇതിന് കാരണം 1993 ജപ്പാൻ എടുത്ത ഒരൊറ്റ സ്ട്രക്ചറൽ തീരുമാനമാണ്. ആ ഡിസിഷൻ എടുക്കാൻ ഇന്ത്യക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരുന്ന ഇന്ത്യയിലെ ആളുകളുണ്ടല്ലോ, അത് ചെയ്യാതിരിക്കാൻ അവർക്ക് കൃത്യമായ ചില സ്വാർത്ഥ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ആ കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് സിസ്റ്റം ഫെയിലിയർ വർഷം തോറും ഒന്ന് പരിശോധിക്കാം. 1950 AIFF പ്രസിഡന്റ് മൊയ്നുൽ ഹക്ക് ഇന്ത്യയെ ടൂർണമെന്റിൽ നിന്നും ഒഫീഷ്യലി പിൻവലിക്കുന്നു. ടാലന്റിന്റെ കുറവല്ല, മറിച്ച് വലിയ തോൽവികളോടുള്ള പേടിയായിരുന്നു കാരണം. ഇന്ത്യക്ക് ഡിഫോൾട്ടായി കിട്ടിയ ഒരേ ഒരു വേൾഡ് കപ്പ് ടിക്കറ്റാണ് നമുക്കിവിടെ നഷ്ടമായത്. അതിനുശേഷം അടുത്ത 35 വർഷത്തിൽ ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു ജെനുവിൻ അറ്റംപ്റ്റ് പോലും ഇന്ത്യ നടത്തിയില്ല. സാധാരണ രീതിയിലുള്ള ഒരു ക്വാളിഫിക്കേഷൻ ക്യാമ്പയിൻ ഇന്ത്യ ആദ്യമായി തുടങ്ങുന്നത് 1985 മാത്രമാണ്, ഫോർ ദ 1986 മെക്സിക്കോ വേൾഡ് കപ്പ്. അപ്പോഴേക്കും ബാക്കി ലോകമെല്ലാം ഒരുപാട് മുന്നോട്ട് പോയിരുന്നു. 1993 ജപ്പാൻ അവരുടെ ആദ്യത്തെ ഫുള്ളി പ്രൊഫഷണൽ ഡൊമസ്റ്റിക് ലീഗായ ജെ ലീഗ് ലോഞ്ച് ചെയ്തു. ഫുള്ളി സ്ട്രക്ചേർഡ്, ഫണ്ടഡ്, വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ലീഗ്. അത് നിർമ്മിക്കപ്പെട്ടത് തന്നെ വേൾഡ് കപ്പ് പ്ലേയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. സൗത്ത് കൊറിയയും ഇതേ കാലയളവിൽ തന്നെ അവരുടെ പ്രൊഫഷണൽ ലീഗ് സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ഇന്ത്യ തങ്ങളുടെ ആദ്യത്തെ സ്ട്രക്ചേർഡ് ലീഗായ ഐ ലീഗ് കൊണ്ടുവരുന്നത് 2007 മാത്രമാണ്. ഇത് ജപ്പാനെക്കാളും 14 വർഷം പുറകിലാണ്. ടാലന്റിന്റെ ഗ്യാപ്പ് അല്ല, മറിച്ച് ഇതൊരു ഡിസിഷൻ ഗ്യാപ്പ്, ഫണ്ടിങ് ഗ്യാപ്പ്, പിന്നെ ഒരു ഗവേണൻസ് ഗ്യാപ്പ് കൂടെയായിരുന്നു. അപ്പോൾ ആരായിരുന്നു ഈ കാലയളവിൽ ഇന്ത്യൻ ഫുട്ബോളിനെ ഗവേൺ ചെയ്തിരുന്നത്? 1988 മുതൽ 2008 വരെ പ്രിയ രഞ്ജൻ ദാസ് മുൻസി എന്ന കോൺഗ്രസ് നേതാവാണ് നീണ്ട 20 വർഷം AIFF പ്രസിഡന്റ് പദവിയിലുണ്ടായിരുന്നത്. ഫുട്ബോൾ അഡ്മിനിസ്ട്രേഷൻ അല്ല, മറിച്ച് തന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇതിനെ കണ്ടത്. 2009 മുതൽ 2022 വരെ പ്രഫുൽ പട്ടേൽ എന്ന NCP നേതാവാണ് നീണ്ട 12 വർഷം പ്രസിഡന്റ് ആയിരുന്നു. തന്റെ ലീഗിൽ കാലാവധി കഴിഞ്ഞിട്ടും ഇലക്ഷൻ നടത്താൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. ഒടുവിൽ സുപ്രീം കോടതിക്ക് അദ്ദേഹത്തെ ഫോഴ്സ്ഫുള്ളി റിമൂവ് ചെയ്യേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, വെറും 2 രാഷ്ട്രീയക്കാർ ചേർന്ന് ഇന്ത്യൻ ഫുട്ബോൾ ഭരിച്ചത് നീണ്ട 34 വർഷം. ഇതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? 2022 ഓഗസ്റ്റിൽ ഫിഫ പൂർണ്ണമായും ഇന്ത്യയെ സസ്പെൻഡ് ചെയ്തു. ഒരു ചെറിയ വാർണിംഗ് അല്ല, ഫുൾ ബാൻ. ഫെഡറേഷന്റെ ഇലക്ഷൻ രാഷ്ട്രീയമായി അത്രമാത്രം കോംപ്രമൈസ്ഡ് ആയതുകൊണ്ട് സുപ്രീം കോടതിക്ക് അഡ്മിനിസ്ട്രർമാരെ അപ്പോയിന്റ് ചെയ്യേണ്ടി വന്നു. ഇതിന് തേർഡ് പാർട്ടി ഇന്റർഫിയറൻസ് എന്ന് ക്ലാസിഫൈ ചെയ്താണ് ഫിഫ ഇന്ത്യയെ സസ്പെൻഡ് ചെയ്തത്. ലോക ഫുട്ബോളിന്റെ ഏറ്റവും വലിയ ഗവേണിംഗ് ബോഡിക്ക് ഇന്ത്യയിൽ വന്നിടപെടേണ്ടി വന്നു. കാരണം ഇന്ത്യയുടെ സ്വന്തം ഫെഡറേഷൻ അത്രമാത്രം ബ്രോക്കൺ ആയിരുന്നു. ഇനി നമുക്ക് ക്യാഷിന്റെ കാര്യം നോക്കാം. ഇന്ത്യയുടെ ക്രിക്കറ്റ് ബോർഡായ BCCIയുടെ ആനുവൽ ബഡ്ജറ്റ് ഏകദേശം 18,000 കോടിയാണ്. ഗവൺമെന്റ് ഓവർസൈറ്റോ RTAയോ ഇല്ല, ആർക്കും മറുപടി നൽകേണ്ടതുമില്ല. എന്നാൽ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനായ AIFF പ്രവർത്തിക്കുന്നത് വെറും 150 കോടി വാർഷിക ബഡ്ജറ്റിലാണ്. ഇത് ഒരേ രാജ്യത്തുള്ള ക്രിക്കറ്റും ഫുട്ബോളും തമ്മിലുള്ള 130% ഇൻവെസ്റ്റ്മെന്റ് ഗ്യാപ്പാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനുശേഷം 2014 ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL വരുന്നത്. അത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് ലക്ഷ്യമിട്ടിട്ടല്ല തുടങ്ങിയത്, മറിച്ച് IMG, റിലയൻസ്, സ്റ്റാർ സ്പോർട്സ് എന്നിവ ചേർന്നുള്ള വലിയൊരു കൊമേഴ്ഷ്യൽ ഡീലാണ് നടന്നത്. ബോളിവുഡ് താരങ്ങൾ ഫ്രാഞ്ചൈസി ഓണേഴ്സ് ആയി വന്നു, സെലിബ്രിറ്റികൾ വന്നു. വെറും 5 മാസം നീളുന്ന ഒരു എന്റർടൈൻമെന്റ് ഫസ്റ്റ് മോഡൽ. അത് ഫുട്ബോളിന് വലിയ രീതിയിലുള്ള ഒരു വിസിബിലിറ്റി നൽകി എന്നതാണ് സത്യം. പക്ഷെ അത് ഇന്ത്യൻ ഫുട്ബോളിനെ മികച്ചൊരു ടീം ആക്കിയില്ല. കാരണം അത് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തൊന്നായിരുന്നു. വലിയ നാഷണൽ ടീമിന് ആവശ്യമുള്ള അടിത്തറയായ സപ്ലൈ ചെയിൻ, അതായത് അണ്ടർ 13, അണ്ടർ 15, അണ്ടർ 18 അക്കാദമികളും വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രൊഫഷണൽ ലീഗുകളും ഇവിടെ ഒരിക്കലും സിസ്റ്റമാറ്റിക് ആയി നിർമ്മിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ഇതേപടി വീക്കായി തുടരുന്നതിൽ നിന്നും ലാഭം കൊയ്യുന്നത് ആരാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ ദേഷ്യമുണ്ടാക്കുന്ന ഒന്നാകും. പ്രധാനമായും 3 ഗ്രൂപ്പുകളാണ് ഇന്ത്യൻ ഫുട്ബോൾ ഇതേപോലെ വീക്കായി തുടരണമെന്ന് ആഗ്രഹിക്കുന്നത്. യെസ്, ദർ ആർ 3 ബെനിഫിഷ്യറീസ്. ദ ക്രിക്കറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഫുട്ബോളിലേക്ക് വലിയ രീതിയിൽ പണം ഒഴുകിയാൽ അത് ക്രിക്കറ്റിന്റെ മാധ്യമ കുത്തകയെയും അതേപോലെ തന്നെ സ്പോൺസർഷിപ്പിന്റെ മേധാവിത്വത്തെയും നല്ല രീതിയിൽ ബാധിക്കുമെന്ന് അവർക്കറിയാം. ഫുട്ബോൾ വെറും ഒരു പ്രാദേശിക പാഷനായി തുടരുന്നിടത്തോളം കാലം ക്രിക്കറ്റിന്റെ സാമ്രാജ്യം സുരക്ഷിതമായിരിക്കും. ISL ഡിസൈൻ ചെയ്തിരിക്കുന്നത് IPL പോലെ എന്റർടൈനിങ് റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഒരു വേൾഡ് കപ്പ് ക്വാളിറ്റി ടീം ഉണ്ടാക്കണമെങ്കിൽ വർഷത്തിൽ 9 മാസം നീളുന്ന വലിയ ലീഗുകളും താഴെത്തട്ടിലുള്ള വലിയ ഡെവലപ്മെന്റുകളും വേണം. എന്നാൽ അത് ഫ്രാഞ്ചൈസികളുടെ ലാഭത്തെ ബാധിക്കും. അവർക്ക് വേണ്ടത് ഇന്ത്യ ഒരു ഫുട്ബോൾ വാച്ചിങ് നേഷനായി തുടരുന്നതാണ്, അല്ലാതെ ഫുട്ബോൾ പ്ലേയിങ് നേഷൻ ആവുന്നതല്ല. AIFF പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഇന്ത്യ ഒരു ദിവസം വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്താൽ ഫെഡറേഷനുകളുടെ ഭരണം യഥാർത്ഥ പ്രൊഫഷണലുടെ കൈകളിലെത്തും. രാഷ്ട്രീയക്കാർക്ക് തങ്ങളുടെ പദവിയും അന്താരാഷ്ട്ര യാത്രകളും ഫിഫ കോൺഗ്രസ് ആക്സസും നഷ്ടപ്പെടും. ഫെഡറേഷൻ വീക്കായി തുടരുന്നതാണ് അവരുടെ വ്യക്തിപരമായ നിലനിൽപ്പിന് നല്ലത്.
ഇവിടെ ആരും പണം മുടക്കി ഇന്ത്യയെ വേൾഡ് കപ്പിൽ നിന്ന് തടയുകയല്ല ചെയ്യുന്നത്. ഇവിടെ നടക്കുന്നത് കൃത്യമായ ഒരു കോൺഫ്ലുവൻസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ആണ്. വലിയൊരു മാറ്റത്തിന് മുതിരാതെ സുഖകരമായി ലാഭം കൊയ്യാനാണ് ഈ ശക്തികൾക്ക് താല്പര്യം. കംഫർട്ടബിൾ, പ്രോഫിറ്റബിൾ ഇൻ ആക്ഷൻ. എന്നാൽ ഇതിനെല്ലാം തികച്ചും വിപരീതമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ കേരളം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻ ബേസ് ആയ മഞ്ഞപ്പട ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫാൻ ബേസുകളിൽ ഒന്നാണ്. അവർക്ക് 71 രാജ്യങ്ങളിൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇന്ത്യയിലെ 17 സംസ്ഥാനങ്ങളിൽ സജീവ സാന്നിധ്യമുണ്ട്. 2015 ISL സീസണിൽ കൊച്ചിയിലെ ശരാശരി കാണികളുടെ എണ്ണം 52,000 ആയിരുന്നു. ഇത് ലീഗിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റെക്കോർഡാണ്. ബംഗാളിന് പുറത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി കിരീടം നേടിയത് കേരളമാണ്. 1988 മുതൽ 1994 വരെയുള്ള തുടർച്ചയായ കാലയളവിൽ 7 തവണയാണ് ഇന്ത്യ ഫൈനലിൽ കളിച്ചത്. ഈ മണ്ണ് പ്രൊഡ്യൂസ് ചെയ്ത ഇതിഹാസങ്ങളായ IM വിജയൻ, ജോ പോൾ അഞ്ചേരി, സഹൽ അബ്ദുൾ സമദ്, CK വിനീത് ഇവരെല്ലാം വേൾഡ് ക്ലാസ് ടാലന്റുകളാണ്. പക്ഷെ തങ്ങളുടെ കഴിവിനൊത്ത റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാഷണൽ സപ്പോർട്ടും ഈ സിസ്റ്റത്തിൽ നിന്ന് അവർക്ക് ലഭിച്ചില്ല. മലപ്പുറം ജില്ലയിൽ മാത്രം നടക്കുന്ന ടൂർണമെന്റുകളുടെ എണ്ണം എടുത്തു നോക്കിയാൽ അത് ചില യൂറോപ്യൻ രാജ്യങ്ങളിലെ ഡിസ്ട്രിക്റ്റുകളെക്കാൾ കൂടുതലാണ്. ഫിഫ ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ മുംബൈയിലോ ഡൽഹിയിലോ ബാംഗ്ലൂരോ അല്ല വന്നത്. അവർ വന്നത് കേരളത്തിലേക്കാണ്. കാരണം കേരളമാണ് ഒരു യഥാർത്ഥ ഫുട്ബോൾ നേഷൻ എങ്ങനെയായിരിക്കണം എന്നതിന്റെ ലിവിംഗ് പ്രൂഫ്. പാഷൻ ഇവിടെ ഉണ്ട്, ടാലന്റ് ഇവിടെ ഉണ്ട്, ഒരു ഫുട്ബോൾ സംസ്കാരവും ഇവിടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യ ഒരു ദിവസം യഥാർത്ഥത്തിൽ ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്താൽ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്? ഇതിന്റെ എക്കണോമിക്സ് നിങ്ങൾ വിചാരിക്കുന്നതിലും വലുതാണ്. നിങ്ങൾ ഖത്തർ ചെയ്ത കാര്യം ഒന്ന് നോക്കൂ. 2010 അവരുടെ ലോക റാങ്കിംഗ് വെറും 117 ആയിരുന്നു. ആകെ ജനസംഖ്യ വെറും 2.9 മില്യൺ പീപ്പിൾ. അവർ ഫുട്ബോളിൽ ഒരു നാഷണൽ പ്രയോറിറ്റി ആയി പ്രഖ്യാപിച്ചു. പണം ഇൻവെസ്റ്റ് ചെയ്തു, വലിയ അക്കാദമികൾ നിർമ്മിച്ചു. 12 വർഷം കൊണ്ട് അവരുടെ റാങ്കിംഗ് 48ലേക്ക് എത്തിച്ചു. 2022 വേൾഡ് കപ്പ് കളിക്കുകയും ചെയ്തു. വെറും 2.9 മില്യൺ ജനങ്ങളുള്ള ഖത്തറിന് ഇത് ചെയ്യാമെങ്കിൽ 1.4 ബില്യൺ ജനങ്ങളുള്ള ഇന്ത്യക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? സൗദിയിൽ വെച്ച് നടക്കാൻ പോകുന്ന 2034 ഫിഫ വേൾഡ് കപ്പാണ് ഇന്ത്യക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ റിയലിസ്റ്റിക് വിൻഡോ. പുതിയ ഫോർമാറ്റ് അനുസരിച്ച് ഏഷ്യക്ക് 4.5 സ്ലോട്ടുകൾക്ക് പകരം 8.5 സ്ലോട്ടുകളാണ് ലഭിക്കുന്നത്. വാതിലിപ്പോൾ പൂർണ്ണമായും തുറക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഈ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഇപ്പോഴാണ്. ഈ 2026 അല്ലാതെ 2030 അല്ല. AFFന്റെ ബഡ്ജറ്റ് 150 കോടിയിൽ നിന്നും 1500 കോടിയായി ഉയർത്തണം. ISL വെറും 5 മാസത്തെ കളി അവസാനിപ്പിച്ച് വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ഇയർ റൗണ്ട് പ്രൊഫഷണൽ ലീഗ് ആക്കണം. എല്ലാ സംസ്ഥാനങ്ങളിലും താഴെത്തട്ടിലുള്ള അക്കാദമി പൈപ്പ് ലൈൻ വരണം. രാഷ്ട്രീയക്കാരെ പൂർണ്ണമായും ഫെഡറേഷൻ ഭരണത്തിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഫുട്ബോൾ ഓൾറെഡി ശ്വസിക്കുന്ന നമ്മുടെ മലപ്പുറത്തിനെ ഇന്ത്യയുടെ നാഷണൽ ഫുട്ബോൾ അക്കാദമി തലസ്ഥാനമാക്കണം. ഇന്ത്യ ഒരു ദിവസം വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്താൽ അടുത്ത ഒരു പതിറ്റാണ്ട് കൊണ്ട് ഇവിടെ 20,000 കോടിയുടെ ഫുട്ബോൾ മാർക്കറ്റാണ് അൺലോക്ക് ചെയ്യാൻ പോകുന്നത്. പുതിയ ജോലികൾ, വലിയ ഇൻഫ്രാസ്ട്രക്ചർ, ഇന്ത്യൻ കളിക്കാർ യൂറോപ്പ് ലീഗുകളിലേക്ക് മാറുന്നതിലൂടെയുള്ള വലിയ ട്രാൻസ്ഫർ ഫീസ്, അങ്ങനെ വലിയൊരു സാമ്പത്തിക വിപ്ലവം. പക്ഷേ ഈ എക്കണോമിക്സ് ഒക്കെ തൽക്കാലം നമുക്ക് മാറ്റി നിർത്താം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഇതേ സമയത്ത് 2026 ഫിഫ വേൾഡ് കപ്പിൽ ഖത്തർ ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്ന 19-കാരനായ തഹസിൻ മുഹമ്മദ് എന്ന മലയാളി പയ്യനെ പറ്റി ഒന്ന് ചിന്തിക്കൂ. അവന്റെ പിതാവ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ബൂട്ട് കെട്ടിയ ഒരാളാണ്. സ്വദേശം തലശ്ശേരി, അമ്മ വളപട്ടണം സ്വദേശിയാണ്. ഫുട്ബോളിൽ ഒരു നല്ല ഫ്യൂച്ചർ കണ്ടെത്താൻ അവന്റെ പിതാവിന് കേരളം വിട്ട് ഖത്തർ വരെ പോകേണ്ടി വന്നു എന്നതുകൊണ്ടാണ് അവൻ ഇന്ന് ഖത്തറിന് വേണ്ടി വേൾഡ് കപ്പ് കളിക്കുന്നത്. ഒരു മലയാളി പയ്യൻ ഇന്ന് ലോക ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദിയിലുണ്ട്. പക്ഷെ അത് ഇന്ത്യക്ക് വേണ്ടിയല്ല എന്ന് മാത്രം. മലപ്പുറത്ത് മെസ്സിയുടെയും റൊണാൾഡോയുടെയും ജേഴ്സി ഇട്ട് നടക്കുന്ന ചെറിയ കുട്ടികൾ ഇതിലും നല്ലൊരു സിസ്റ്റം അർഹിക്കുന്നുണ്ട്. ദേ ഡിസേർവ് ബെറ്റർ ദാൻ ദിസ്. അവരുടെ പാഷനെ കൃത്യമായ ഒരു കരിയർ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ ലീഗ്, ഫുട്ബോളിനെ നെഞ്ചിലേറ്റുന്ന ആൾക്കാർ ഭരിക്കുന്ന ഒരു ഫെഡറേഷൻ ഇവിടെ ഉണ്ടാകണം. കേരള ഡിഡ്ന്റ് ഫെയിൽ ഇന്ത്യൻ ഫുട്ബോൾ, ദ സിസ്റ്റം ഡിഡ്. ഇനി ഒരേ ഒരു ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. എത്ര കാലം കൂടെ നമ്മൾ ഈ സിസ്റ്റത്തെ നമ്മുടെ അടുത്ത തലമുറയും കൂടി ഫെയിൽ ചെയ്യാൻ അനുവദിക്കും?